10th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയുടെ പല പല എഫക്റ്റുകളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരുപാട് വൈദ്യുതോപകരണങ്ങളുണ്ട്. എല്ലാ വൈദ്യുതോപകരണങ്ങളിലും ഇലക്ട്രിക്കൽ എനർജി ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ മാറ്റിയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, അല്ലേ? ഒരു ഇലക്ട്രിക് ബൾബിലാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജിയായി മാറ്റി ഉപയോഗിക്കുന്നു. ഇലക്ട്രിക് ഫാനിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി യാന്ത്രികോർജ്ജമായി മാറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഒരു ഇലക്ട്രിക് ഹീറ്ററിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയായി മാറ്റി ഉപയോഗിക്കുന്നു. ഒരു മിക്സിയിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയായി മാറ്റി ഉപയോഗിക്കുന്നു. ഒരു ബാറ്ററിയിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെ പല പല ഉപകരണങ്ങളിലും ഇലക്ട്രിക്കൽ എനർജിയുടെ പല പല രൂപഭേദങ്ങളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഓരോ ഇലക്ട്രിക്കൽ ഡിവൈസസിലും ഏത് എനർജിയിലേക്കാണ് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുന്നത്, അതാണ് ആ ഒരു ഉപകരണത്തിൻ്റെ ഇലക്ട്രിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചും ലൈറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചിട്ടുമാണ് പഠിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ രൂപത്തിൽ കുറേ ഇലക്ട്രിക്കൽ ഡിവൈസസ്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറേ ഇലക്ട്രിക്കൽ ഡിവൈസസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ യൂസസും ഏത് എനർജി കൺവേർഷനാണ് അതിൽ നടക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളിൻ്റെ ഫോമിൽ കുറേ ഇലക്ട്രിക്കൽ ഡിവൈസസും അവയുടെ യൂസസും അവയിലുണ്ടാകുന്ന എനർജി കൺവേർഷനും കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഇലക്ട്രിക്കൽ ഉപകരണം എന്ന് പറയുന്നത് ഇലക്ട്രിക് ബൾബ്. നമുക്കറിയാം, ഇലക്ട്രിക് ബൾബിൽ എന്താണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? ലൈറ്റ്. അതിലുണ്ടാകുന്ന എനർജി കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ലൈറ്റ് എനർജി. ഒരു ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിലോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ ഹീറ്റാണ്. എനർജി കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഹീറ്റ് എനർജി. ഒരു മിക്സിയിലോ നമ്മൾ മിക്സി എന്തിനാണ് ഉപയോഗിക്കുന്നത്? അരയ്ക്കാനും പൊടിക്കാനും ഗ്രൈൻഡ് ചെയ്യാനാണ്, അല്ലേ? അതിലുണ്ടാകുന്ന എനർജി കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഒരു ബാറ്ററി, സ്റ്റോറേജ് ബാറ്ററി ആണെങ്കിലോ അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ സ്റ്റോറേജ്, സംഭരണം, അല്ലേ? എനർജി കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. ഒരു ഫാനിലോ നമ്മൾ ഉപയോഗിക്കുന്നത് വിൻഡാണ്. അതിലുണ്ടാകുന്ന എനർജി കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഒരു അയൺ ബോക്സിലോ ഹീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എനർജി കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഹീറ്റ് എനർജി. അങ്ങനെയാണെങ്കിൽ എന്താണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? നമുക്ക് നോക്കാം. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. The useful form of energy into which a device converts electrical energy is considered as the effect of electric current on that device. അതായത് നമ്മളിപ്പോൾ കുറേ ഉപകരണങ്ങൾ കണ്ടില്ലേ? ആ ഒരു ലിസ്റ്റിൽ, ആ ഒരു ടേബിളിൽ കുറേ ഉപകരണങ്ങൾ കണ്ടു. ഓരോ ഉപകരണങ്ങളിലും ഇലക്ട്രിക്കൽ എനർജി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഒരു ഇലക്ട്രിക് ബൾബിൽ നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു ഇലക്ട്രിക്കൽ എനർജിയെ. ഇനി ഒരു ഹീറ്ററിലാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഏതൊരു ഡിവൈസും ഇലക്ട്രിക്കൽ എനർജിയെ ഏത് യൂസ്ഫുൾ ഫോമിലേക്കാണോ മാറ്റുന്നത്, അതാണ് ആ ഒരു ഡിവൈസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ടിൽ അതിനുള്ള എഫക്റ്റ് എന്ന് പറയുന്നത്.